നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റോഡരികിൽ മാലിന്യം തള്ളിയതിന് ഇവന്റ് മാനേജ്മെന്റ്, കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്ക് പിഴയിട്ട് കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീം. തളിപ്പുറമിൽ എക്സൈസിന്റെ മയക്കുമരുന്ന് വേട്ട. 2.1 ഗ്രാം MDMA-യുമായി യുവതിയും യുവാവും പിടിയിൽ. ജില്ലയിലെ ലോറികളുടെ വാടക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായി സ്വതന്ത്ര ലോറി ഓണേഴ്സ് അസോസിയേഷൻ. തലശ്ശേരി നഗരസഭയുടെ ദുരന്ത നിവാരണ സേനയുടെ കൂടെയുണ്ട് കൂടപ്പിറപ്പായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. റോഡരികിൽ മാലിന്യം തള്ളിയതിന് ഈവന്റ് മാനേജ്മെന്റ്, കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്ക് പിഴയിട്ട് കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീം. കതിരൂരിലെയും വടക്കുംപാട്ടെയും ഈവന്റ് മാനേജ്മെന്റ് സ്ഥാപനങ്ങൾക്കാണ് പിഴ. 40,000 രൂപയാണ് പിഴയിട്ടത്. കൂടാളി പഞ്ചായത്തിലെ കൊളപ്പ മയ്യിൽ റോഡരികിൽ വിവാഹ സൽക്കാര പരിപാടികളുടെ മാലിന്യങ്ങൾ തള്ളിയതിന് കതിരൂരിലെ ഇക്കോഫ് ഈവന്റ് മാനേജ്മെന്റ് ടീമിനും വടക്കുംപാട് ഷഹറാസ് കാറ്ററിംഗ് ഏജൻസിക്കും 20,000 രൂപ വീതം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തി. ഭക്ഷണാവശിഷ്ടങ്ങൾ, കുടിവെള്ള കുപ്പികൾ, മേശവിരികൾ, പച്ചക്കറി അവശിഷ്ടങ്ങൾ, ഉപയോഗിച്ച അലങ്കാര വസ്തുക്കൾ എന്നിവ 1 ഡസനോളം നിരോധിത ഗാർബേജ് ബാഗുകളിലായി കൊളപ്പ മയ്യിൽ റോഡരികിലും തൊട്ടടുത്ത സ്വകാര്യ ഭൂമിയിലുമായി വലിച്ചെറിഞ്ഞ നിലയിലാണ് സ്ക്വാഡ് കണ്ടെത്തിയത്. പഞ്ചായത്തി രാജ് ആക്ട് 219 AC പ്രകാരം മാലിന്യങ്ങൾ തരംതിരിച്ച് അംഗീകൃത ഏജൻസികൾക്ക് കൈമാറാത്തതിന് 10,000 രൂപ വീതവും S219N പ്രകാരം മാലിന്യങ്ങൾ പൊതുസ്ഥലത്തും സ്വകാര്യ ഭൂമിയിലും വലിച്ചെറിഞ്ഞതിന് 10,000 രൂപ വീതവും ആകെ 20,000 രൂപ വീതം 2 സ്ഥാപനങ്ങൾക്കുമായി 40,000 രൂപ പിഴ ചുമത്തി. തത്സമയം തന്നെ സ്വന്തം ചെലവിൽ പ്രസ്തുത സ്ഥാപനങ്ങളെക്കൊണ്ട് മാലിന്യം നീക്കം ചെയ്യിക്കുകയും ചെയ്തു. മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിച്ച് അംഗീകൃത ഏജൻസികൾക്ക് നൽകാത്ത ഈവന്റ് മാനേജ്മെന്റ് ടീമുകൾക്കും കാറ്ററിംഗ് ടീമുകൾക്കുമെതിരെ വാഹനം പിടിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറിയിച്ചു. പരിശോധനയിൽ സ്ക്വാഡ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, PS പ്രവീൺ, ശ്രീഹരി, കൂടാളി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സഫ്രീന എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി നഗരസഭയുടെ ദുരന്ത നിവാരണ സേനയുടെ കൂടെയുണ്ട് കൂടപ്പിറപ്പായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക നഗരസഭ ടൗൺ ഹാളിലായിരുന്നു പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. തലശ്ശേരി നഗരസഭയുടെ ദുരന്ത നിവാരണ സേനയുടെ കൂടെയുണ്ട് കൂടപ്പിറപ്പായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക നഗരസഭ ടൗൺ ഹാളിൽ നടന്ന പരിശീലന പരിപാടി ദുരന്ത നിവാരണ സേന പരിശീലകൻ ബിജുമോൻ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. 4-5 ദിവസം ഒറീസയിലോ ഛത്തീസ്ഗഡിലോ മഴ പെയ്താൽ അത് വലിയ ദുരന്തമാകുന്നില്ല. അതെന്തുകൊണ്ടാണ് കാരണം? ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ. എന്തുകൊണ്ട്? അവിടെ ജനങ്ങളെ അത് ബാധിക്കുന്നില്ല. കാരണം അവിടെ ഡെൻസിറ്റി പോപ്പുലേഷൻ വളരെ കുറവാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം നല്ലൊരു മഴ പെയ്താൽ തന്നെ ടൗണിൽ വെള്ളം പൊങ്ങി അത് ബാധിക്കും. കാരണം ഇവിടെ ഡെൻസിറ്റി പോപ്പുലേഷൻ കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ ചെറിയ ഉണ്ടാകുന്ന ഒരു കാര്യം വലിയ ദുരന്തത്തിലേക്ക് വരും. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മൾ കുറച്ചും കൂടി സിവിലൈസ്ഡ് ആയതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് വലിയ ഹൈലൈറ്റ്. അവിടെ സംബന്ധിച്ചിടത്തോളം 4 ദിവസം കറണ്ടില്ലെങ്കിലും 3-4 ദിവസം ഭക്ഷണം കിട്ടിയില്ലെങ്കിലും നമ്മൾ ആരും ഒറീസക്കാരൊന്നും ആരും പരാതി പറയില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം 1/2 മണിക്കൂർ കറണ്ടില്ല. അപ്പോൾ തന്നെ നമ്മൾ ACയുടെ അടുത്ത് പോയി സമരം ചെയ്യും, ബഹളമാക്കും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. നമ്മൾ കുറച്ചും കൂടെ സിവിലൈസ്ഡ് ആണ് എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇങ്ങനത്തെ കണ്ടീജൻസികൾ ഇനി ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഒന്നിച്ച് ഒരുപോലെ പ്രവർത്തിക്കാനും നിങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കിക്കൊണ്ട് മറ്റുള്ള ജീവൻ രക്ഷിക്കാനും ഉള്ള ഇടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. അഷ്റഫ് അധ്യക്ഷനായി. ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ VK രാജീവൻ, തലശ്ശേരി പോലീസ് സ്റ്റേഷൻ IPSHO N. പ്രജീഷ്, തലശ്ശേരി ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ OK. രജീഷ്, നോർത്ത് KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ N. രമ്യ, നഗരസഭാ സെക്രട്ടറി സുരേഷ് കുമാർ, തലശ്ശേരി JHI അനിൽ വിലങ്ങിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പരിശീലന ക്ലാസുകൾ നടന്നു. പുന്നോൾ സർവീസ് സഹകരണ ബാങ്കിന്റെ മങ്ങാട് പെരിങ്ങാടി ശാഖ പ്രവർത്തനം തുടങ്ങി. കാരായി രാജൻ MLA ഉദ്ഘാടനം ചെയ്തു. പുന്നോൾ സർവീസ് സഹകരണ ബാങ്കിന്റെ മങ്ങാട് പെരിങ്ങാടി ശാഖ തലശ്ശേരി മാഹി ബൈപ്പാസിലെ മങ്ങാട് അണ്ടർബ്രിഡ്ജിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. തലശ്ശേരി MLA കാരായി രാജൻ ശാഖ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സഹകരണ സ്ഥാപനമാണ് എന്ന് നമുക്കറിയാം. 1940കളിലാണ്
ഈ പരിസരത്തുള്ള പഴയ കോട്ടയം താലൂക്കിലുള്ള ഒട്ടുമിക്ക സഹകരണ സംഘങ്ങളും PCC സൊസൈറ്റികളായും ഐക്യ നാണയ സംഘങ്ങളുമായി പ്രവർത്തനം ആരംഭിച്ചിരുന്നത്. എന്നാൽ അതിനേക്കാളെല്ലാം മുമ്പ് 1930കളിൽ തന്നെ സഹകരണത്തിൻ്റെ വെളിച്ചം എത്തിച്ച ഒരു ഗ്രാമവും ഒരു സ്ഥാപനവുമാണ് പുന്നോൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ചരിത്രത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും നവോത്ഥാന ആശയങ്ങളുടെയും സ്വാധീനമുറച്ച ഒരു ഗ്രാമത്തിൽ എങ്ങനെയാണ് സാധാരണ ജനങ്ങളെ, കൃഷിക്കാരെ, മറ്റു പാവപ്പെട്ടവരെയൊക്കെ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ സാധിക്കുക എന്ന് ആദ്യത്തെ അന്വേഷണം നടന്ന, അല്ലെങ്കിൽ പരിശ്രമം നടന്ന ഒരിടത്താണ് പുന്നോൽ സർവീസ് സഹകരണ ബാങ്ക് എന്ന അതിൻ്റെ ആദ്യ രൂപം സ്ഥാപിതമാകുന്നത്. ചടങ്ങിൽ സഹകരണ വകുപ്പ് തലശ്ശേരിയിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ രാജേഷ് PP നിക്ഷേപ സമാഹരണ പദ്ധതിയും സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സംവിധാനവും ഉദ്ഘാടനം ചെയ്തു. ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അർജുൻ പവിത്രൻ അധ്യക്ഷനായി. സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രജിത്ത് ഭാസ്കർ, ധർമ്മടം യൂണിറ്റ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് MV എന്നിവർ ആശംസകൾ നേർന്നു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീജ CK, തലശ്ശേരി നഗരസഭാ കൗൺസിലർ ബേബി റീജ, ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് അംഗം വൈശാഖ് മുരളീധരൻ, ബാങ്കിന്റെ മുൻ ബ്രാഞ്ച് മാനേജർ K ജയപ്രകാശൻ, മുൻ ഡയറക്ടർ A ശശി, അനീഷ് ബാബു, അനീഷ് കൊള്ളുമൻ, പഞ്ചായത്ത് മെമ്പർ TH അസ്ലം, ബുദ്ധദാസ് KP, KCU തലശ്ശേരി സെക്രട്ടറി ബിജോയ് PK, ബാങ്കിന്റെ മുൻ സെക്രട്ടറി രാമകൃഷ്ണൻ NK തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആധുനിക ബാങ്കിംഗ് സൗകര്യങ്ങളും ആകർഷകമായ വായ്പാ പദ്ധതികളും നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും അംഗങ്ങൾക്കും ഇടപാടുകാർക്കും ലളിതമായി ലഭ്യമാകുന്ന രീതിയിലാണ് പുതിയ ശാഖ സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബാങ്ക് പ്രസിഡന്റ് KM രഘുരാമൻ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി സന്തോഷ് കുമാർ KV നന്ദിയും രേഖപ്പെടുത്തി. തളിപ്പറമ്പിൽ എക്സൈസിന്റെ മയക്കുമരുന്ന് വേട്ട. 2.1 ഗ്രാം MDMAയുമായി യുവതിയും യുവാവും പിടിയിൽ. പട്ടുവം കുന്നരു സ്വദേശി മുജീബ് റഹ്മാൻ, കർണാടക കൊടേകര സ്വദേശിനി മൈനാസ് മുഷ്കാൻ എന്നിവരാണ് തളിപ്പറമ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ J ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പിടിയിലായത്. ജോയിന്റ് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് അംഗം PV ശ്രീകുമാർ നൽകിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തളിപ്പറമ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജോസഫ് Jയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. 2.1 ഗ്രാം MDMAയുമായി പട്ടുവം കുന്നൂർ സ്വദേശി മുജീബ് റഹ്മാൻ, കർണാടക കൊടേകര സ്വദേശിനി മൈനാസ് മുഷ്കാൻ എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ തളിപ്പറമ്പ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ആരോഗ്യ പ്രവർത്തകരുടെ സേവനം വിലമതിക്കാനാകാത്തതെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പറഞ്ഞു. ജില്ലയിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ കേന്ദ്രമായ ജില്ലാ ആശുപത്രി കലോത്സവം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുമാനത്തിൻ്റെ ഒരു ഭാഗം ടൂറിസത്തിന് വേണ്ടി മാറ്റിവെക്കുക, യാത്രകൾക്ക് വേണ്ടി മാറ്റിവെക്കുക. കുടുംബസമേതം മാത്രമല്ല, ഇപ്പോൾ സോളോ യാത്രകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേക ഗ്രൂപ്പുകളുണ്ടാക്കി യാത്രകളാണ്. മറ്റു ടെൻഷനൊന്നുമില്ലാതെ കുടുംബസമേതം പോകുമ്പോൾ ഭർത്താവിൻ്റെയും മക്കളുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്തങ്ങൾക്ക് ഏറ്റെടുക്കുന്നുണ്ട്. അതെല്ലാം മാറി ചിലപ്പോൾ സ്ത്രീകൾ ഒറ്റയ്ക്ക് അവരെ കൂട്ടായി യാത്ര ചെയ്യുന്ന ഒരു കാലം കൂടിയാണ്. അങ്ങനെ ജീവിതം ആസ്വദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകും. എവിടെ നോക്കിയാലും കലോത്സവങ്ങളാണെങ്കിലും മേളകളാണെങ്കിലും എല്ലാം വലിയ പങ്കാളിത്തമാണ്. വായനശാലകളും സ്കൂളുകളിലും നാട്ടിൻപുറങ്ങളിലും ഒക്കെ ആഘോഷങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ്. സിനിമകൾ അല്ലേ, ഇപ്പോൾ സിനിമകളെല്ലാം റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് സിനിമകളെല്ലാം മലയാള സിനിമകൾ ഏതാണ്ട് അവസാനിച്ചതാണ്. പുതിയ സിനിമകളാരും ഇറക്കുന്നില്ല, ഇവിടെ പരാജയമായി. കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര IPS മുഖ്യാതിഥിയായി. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ അധ്യക്ഷനായി. ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ PK അനിൽകുമാർ, സീനിയർ സൂപ്രണ്ട് AP സജീന്ദ്രൻ, ലേ സെക്രട്ടറി ധനേഷ് KK, സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി C പ്രമോദ് കുമാർ, ജോയിന്റ് സെക്രട്ടറി അജയ് കുമാർ കരിവള്ളൂർ, KC സെമിലി, പ്രസാദ് RS, ഷീജ പീതാംബരൻ, ധന്യ സുബാൽ, ജീവൻലാൽ എന്നിവർ സംസാരിച്ചു. ആശുപത്രി ജീവനക്കാരുടെ കലാമേളയും അരങ്ങേറി.
കളിചിരികളിലൂടെ അറിവിന്റെ പുതുലോകത്തേക്ക് പിച്ചവെച്ച് കുരുന്നുകൾ. അംഗനവാടികളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി നടന്നു. മിത്തലെ, ചമ്പാട്, ഏലാങ്കോട് അംഗനവാടികളിൽ നവാഗതരെ വരവേറ്റ് വേറിട്ട ആഘോഷ പരിപാടികൾ നടത്തി. മീത്തലെ, ചമ്പാട്, പൂങ്കാവനം അംഗനവാടിയിൽ പുതിയ അധ്യയന വർഷത്തിന്റെ ഭാഗമായി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. നവാഗതരായ കുട്ടികളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച ചടങ്ങിൽ രക്ഷിതാക്കളും നാട്ടുകാരും പങ്കാളികളായി. പഞ്ചായത്ത് അംഗം നസീർ ഇടവലത്ത് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഏത് വിദ്യാലയത്തിൽ പോയാലും 1ാം ക്ലാസ് മുതൽ LP വരെ അല്ലെങ്കിൽ UP വരെ ഉള്ള കുട്ടികളുടെ പരിപാടികൾ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ പരിപാടികൾ മാത്രമേ അവരുള്ളൂ. LP UP വരെയുള്ള പരിപാടികൾ TT അഷ്കർ അധ്യക്ഷനായി. വാർഡംഗം രജനി, അംഗൻവാടി ടീച്ചർ TK ബിന്ദു, ഷജന പവിത്രൻ, N വിജിഷ, സിൻസി അനിൽ എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ ശാരീരിക, മാനസിക, സാമൂഹിക വളർച്ചയ്ക്ക് അംഗൻവാടികൾ നൽകുന്ന സംഭാവനകൾ ഏറെ വലുതാണ്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. പാഞ്ഞൂർ നഗരസഭയിലെ വെസ്റ്റലാങ്കോട് 100ാം നമ്പർ അംഗനവാടി പ്രവേശനോത്സവം വർണ്ണാഭമായി നടത്തി. വാർഡ് കൗൺസിലർ ജസിത സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ വാർഡ് കൗൺസിലർ വി റഫീഖ് നൽകി. ചടങ്ങിൽ വികസന സമിതി കൺവീനർ M രത്നാകരൻ അധ്യക്ഷനായി. പാനൂർ നഗരസഭാതല അംഗൻവാടി പ്രവേശനോത്സവം കൂറ്റേരി അംഗൻവാടിയിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ TM ബാബുരാജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭാതല അംഗൻവാടി പ്രവേശനോത്സവം കൂറ്റേരി അംഗൻവാടിയിൽ നടന്നു. നഗരസഭാ വൈസ് ചെയർമാൻ TM ബാബുരാജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കടലിൽ ഒഴിവാക്കി കടല് മലിനമാകുന്നത് കൊണ്ട് ആ വേസ്റ്റ് ഫുഡ് ദരിദ്ര രാഷ്ട്രമായ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുകയും അത് കഴിക്കാൻ വേണ്ടിയാണ് 4 വയസ്സുള്ളപ്പോൾ ഞാനൊക്കെ സ്കൂളുകളിൽ പോയത് എന്ന് പറയുന്നതിൽ എനിക്ക് പ്രയാസമില്ല. ആ സമയത്ത് റവയും അതുപോലെ തന്നെയുള്ള സാധനങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ അന്ന് അമേരിക്കയുടെ കാരുണ്യം കൊണ്ട് നമ്മൾ കഴിച്ചിരുന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യം നിങ്ങൾക്കുള്ള സാഹചര്യം വളരെ വലുതാണ്. ഇന്ത്യ എത്രയോ പുരോഗമിച്ചു കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ പലഹാരങ്ങളാണ്, എന്തൊക്കെ അമൂല്യമായ അമൃതം പൊടി എന്ന് പറഞ്ഞാൽ എത്രയും നല്ലതാണ്. കുട്ടികൾക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഒരു വസ്തുവാണ്. അത് നമ്മളിപ്പോ ഡോക്ടർമാരൊക്കെ അമൃതം പൊടി കഴിക്കണമെന്ന് നിർദ്ദേശിച്ചപ്പോൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും കുട്ടികളൊക്കെ രക്ഷിതാക്കളൊക്കെ അമൃതം എന്താണ് കഴിക്കുകയും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നഗരസഭാ ക്ഷേമകാര്യ ശാന്തി കമ്മിറ്റി ചെയർപേഴ്സൺ സുഹൈൽ മേക്കുന്ന് അധ്യക്ഷനായി. കൗൺസിലർമാരായ ബൈജു പാലത്തായി, അൻസത്ത് മീത്തൽ, റഫീഖ്, മുൻ കൗൺസിലർ മനോജ്, TT രാജൻ മാസ്റ്റർ, ICDS സൂപ്പർവൈസർ ഷീന എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. വാർഡ് കൗൺസിലർ സാവിത്രി സ്വാഗതവും അംഗൻവാടി ടീച്ചർ ബിന്ദു നന്ദിയും പറഞ്ഞു. വേനലവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ തുറക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ബാഗുകൾക്കും കുടകൾക്കും വിപണിയിൽ വൻ തിരക്കേറി. വേനലവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ തുറക്കാൻ 2 ദിവസം മാത്രം. പുതിയ യൂണിഫോമിൽ വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പഠനോപകരണങ്ങൾ പഴയതിനൊന്നും സ്ഥാനമില്ല. എല്ലാം പുതുമയുള്ളതായിരിക്കണമെന്ന് ഓരോ വിദ്യാർത്ഥിക്കും നിർബന്ധമുണ്ട്. മക്കളുടെ ആഗ്രഹങ്ങൾക്ക് രക്ഷിതാക്കളും തടസ്സം നിൽക്കാറില്ല. ജോലിയിൽ നിന്നുള്ള വരുമാനത്തിൽ നിശ്ചിത സംഖ്യ മക്കളുടെ പഠന ചെലവിനായി രക്ഷിതാക്കൾ നീക്കിവെക്കും. ആഘോഷവേളകൾക്ക് പുറമെ വിദ്യാഭ്യാസത്തിനും നല്ലൊരു ചെലവ് ഓരോ രക്ഷിതാവിനുമുണ്ട്. പുത്തൻ ബാഗ്, കുട, വാട്ടർ ബോട്ടിൽ, പെൻസിൽ, പൗച്ച്, ചോറ്റുപാത്രം, പുസ്തകങ്ങൾ, അങ്ങനെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബജറ്റ് കൂടിയും കുറഞ്ഞുമിരിക്കും.
മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സ്കൂൾ ഉപകരണങ്ങൾക്ക് വില അല്പം കൂടിയിട്ടുണ്ടെങ്കിലും വിപണിയെ വലുതായി ബാധിച്ചിട്ടില്ല. വേനൽ മഴയ്ക്കിടയിലും വേനൽ കടുക്കുന്നതിനാൽ വിദ്യാലയങ്ങൾ ജൂൺ 1 തന്നെ തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും. സ്കൂൾ വിപണിയിൽ കഴിഞ്ഞ ദിവസം മുതൽ നല്ല തിരക്കായിരുന്നു. ബാഗിൽ നറുട്ടോയും കുറോമിയും. നറുട്ടോ കാർട്ടൂൺ 3D ബാഗാണ് വിപണിയിലെ താരം. ചെറിയ കുട്ടികൾ ഏറെ ആകർഷിക്കുന്നത് ഇവയാണ്. കുറോമി, ലബൂബു ടോയ് ബാഗുകൾക്കും ആവശ്യക്കാരേറെ. 700 മുതൽ 1500 രൂപ വരെയാണ് വില. സ്പൈഡർമാനും ഡോറയും ബാർബിയും മാഷയുമെല്ലാം ബാഗുകളിൽ തിളങ്ങി നിൽക്കുകയാണ്. ഇഷ്ട കഥാപാത്രങ്ങളടങ്ങിയ 3D ബാഗിനോടാണ് കുട്ടികൾക്ക് ഏറെ പ്രിയം. ഇത്തവണ ഇതിനാണ് ആവശ്യക്കാരേറെയെന്ന് തലശ്ശേരിയിലെ വ്യാപാരിയായ KE താഹ പറഞ്ഞു. ഫൈബർ പോലുള്ള മെറ്റീരിയൽ ആയതിനാൽ ഇത് മഴയിൽ നനയുകയില്ല. ചൈനയിൽ നിന്നാണ് ഇവ ഇറക്കുമതി ചെയ്യുന്നത്. ചെറിയ 3D ബാഗുകൾക്ക് 700 രൂപ മുതലാണ് വില. വലിയ ബാഗുകൾക്ക് 1000 രൂപക്ക് മുകളിൽ വരും. കോളേജ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന കൊറിയൻ ബാഗിനും നല്ല ഡിമാൻഡാണ്. 650 മുതൽ 1290 രൂപ വരെയാണ് ഇതിന്റെ വില. സ്കൂൾ കുട്ടികൾക്കും ഇതിനോട് കമ്പം കൂടിയിട്ടുണ്ട്. ടോട്ട് ബാഗിന് 395 മുതൽ 699 രൂപ വരെ വിലയുണ്ട്. ഇടത്തരക്കാർക്ക് കയ്യിലൊതുങ്ങുന്നതാണിത്. ഇനിയൊരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി. LKG മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസുകളിലേക്കും സീറ്റുകളുടെ ലഭ്യതയനുസരിച്ച് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള പ്രവേശനം, പരിചയസമ്പന്നരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം സൗകര്യം, സയൻസ് ആൻഡ് കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി ആൻഡ് ലൈബ്രറി, ഗതാഗത സൗകര്യം, ലേണിംഗ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രവർത്തനങ്ങൾ, ശുചിത്വമുള്ള ക്യാമ്പസ്, രക്ഷിതാവ് അധ്യാപക ആശയവിനിമയത്തിനായി സ്കൂൾ ആപ്പ്, ഹയർ സെക്കൻഡറി കോഴ്സ്, ബയോസയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് കൊമേഴ്സ്. രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. എക്സൽ പബ്ലിക് സ്കൂൾ, മാഹി, മൗണ്ട് വേര, ചാലക്കര, ന്യൂ മാഹി. 0490-233-626 9447-227626. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് K. രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം.
ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8138061888 965-681-3834 859-031-2944. Dentaris Dental Clinic Implant and Orthodontic Speciality Center മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, ultra modern X-ray facilities, well equipped ultra modern machineries, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തയിലേക്ക്. പാനൂർ PR ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ MP വീരേന്ദ്രകുമാർ സ്മൃതി സദസ്സ് പാനൂരിൽ സംഘടിപ്പിച്ചു. ഗ്രന്ഥകാരനും മാധ്യമപ്രവർത്തകനുമായ രാജൻ ചെറുക്കാട് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനാ സദസ്സിന്റെ സമാപന ചടങ്ങും ഇതോടൊപ്പം നടന്നു. പാനൂർ PR ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വീരേന്ദ്രകുമാർ സ്മൃതി സദസ്സും വായനാ ചലഞ്ച് ജേതാക്കൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. പാനൂർ KK മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മാധ്യമപ്രവർത്തകനും ഗ്രന്ഥകാരനുമായ രാജൻ ചെറുക്കാട് ഉദ്ഘാടനം ചെയ്തു. പത്രപ്രവർത്തകനായി ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടിയുള്ള എഴുത്തു പരീക്ഷ എഴുതിയതിന് ശേഷമുള്ള ഇൻ്റർവ്യൂവിലാണ് ഞാൻ അടുത്ത് ശ്രീ വീരേന്ദ്രകുമാറിനെ കാണുന്നത്. അതിനു മുമ്പ് കലാലയ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആദരവോടെ ദൂരെ നിന്ന് നോക്കി നിന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹം ചില ചോദ്യങ്ങളൊക്കെ ജേർണലിസ്റ്റ് ട്രെയിനിയായിട്ട് വരുന്ന ആളോട് ചോദിക്കുന്ന സ്വാഭാവികമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അതിനുശേഷം ഓരോ ദിവസവും മാതൃഭൂമിയിൽ ജോലിയിൽ ചേർന്ന് 33 വർഷം ഞാൻ അവിടെയായിരുന്നു. ഒരു പ്രത്യേകത ഇന്നത്തെ ദിവസത്തിനുള്ളത്, കഴിഞ്ഞ വർഷം അതായത് 2025 മെയ് 30-നാണ് ഞാൻ മാതൃഭൂമിയിൽ നിന്ന് അസിസ്റ്റൻ്റ് എഡിറ്റർ പദവിയിൽ നിന്ന് റിട്ടയർ ചെയ്തത്. 2020 മെയ് 28 രാത്രി ഏതാണ്ട് 11:30 ആയിട്ടുണ്ടാവും.
ഞാൻ മാതൃഭൂമിയുടെ പാലക്കാട് യൂണിറ്റിൽ ചീഫ് സബ് എഡിറ്ററാണ്. ന്യൂസ് റൂമിൻ്റെ ചുമതലയുള്ള ചീഫ് സബ് എഡിറ്ററാണ്. ഞങ്ങൾ പേജുകളൊക്കെ തയ്യാറാക്കി 11:45 പത്രം അടിക്കേണ്ടത്. ലൈബ്രറി പ്രസിഡന്റ് KP മോഹനൻ അധ്യക്ഷനായി. സെക്രട്ടറി ജയചന്ദ്രൻ കരിയാട് സ്വാഗതം പറഞ്ഞു. ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായന ചലഞ്ച് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ PK പ്രവീൺ MLA വിതരണം ചെയ്തു. ഒന്നാം സ്ഥാനം ദേവഹിത ഇരിക്കുന്നത് സാൻഡ്രിയ പ്രദീപ്. ഉദ്ഘാടകൻ തന്നെ 33 വർഷത്തോളം മാതൃഭൂമിയിലെ പാലക്കാട് സബ് എഡിറ്ററായിട്ടും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ കേരള സംസ്ഥാനത്തും പുറത്തും എപ്പോഴും ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളായിരുന്നു. ISRO കുറിച്ചും രാജൻ കൊലക്കേസിനെ കുറിച്ചുമുള്ള ഗ്രന്ഥങ്ങൾ. അങ്ങനെ എല്ലാത്തിലും തൻ്റെതായ പ്രവർത്തനങ്ങൾ എഴുത്തുകളിൽ കാണിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ചർച്ച ചെയ്യപ്പെട്ട പല ഗ്രന്ഥങ്ങളുടെ വക്താവാണ് ശ്രീ രാജൻ ചെറുകാട്. MP വീരേന്ദ്രകുമാറിന്റെ പുസ്തകങ്ങളുടെ അവലോകനം എഴുത്തുകാരായ രാജു കാട്ടുപുനം, രാജേന്ദ്ര തായാട്ട്, ജയപ്രകാശ് പാനൂർ എന്നിവർ നിർവഹിച്ചു. ലൈബ്രറി കൗൺസിൽ പാഞ്ഞൂർ മേഖലാ പ്രസിഡന്റ് K ഹരിദാസൻ, KP രമേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. 18ാമത് ഉറൂസെ ഉപ്പാവയ്ക്ക് ജൂൺ 5 വേങ്ങാട് കല്ലായി ദർഗാ ഷെരീഫിൽ തുടക്കമാകും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹസ്രത്ത് ഷെയ്ഖ് അബ്ദുള്ള ഷാ ഖാദിരി കല്ലായി വേങ്ങാട് ഉപ്പാവ മുതലുലാലി മഹാനവറുടെ 18ാമത് ഉറൂസെ ഉപ്പാവ കഴിഞ്ഞ 17 വർഷവും നടന്നതുപോലെ തന്നെ വിപുലമായ പരിപാടികളോടുകൂടി വേങ്ങാട് ദർഗാ ഷെരീഫിൽ നടക്കുന്നു. 5-ാം തീയതി വെള്ളിയാഴ്ച ജുമയ്ക്ക് ശേഷം 2 മണിക്ക് ശേഷം ഹസ്രത്ത് ഷെയ്ഖ് മസീഹ സത്താർ ഷാ ഖാദിരി മുതലുലാലി വേങ്ങാട് ഉപ്പാവ പതാക ഉയർത്തുന്നതോടുകൂടി ഉറൂസിന്റെ തുടക്കം കുറിക്കും. അന്ന് 4 മണിക്ക് ശേഷം നടത്തുന്ന സന്തൽ ഘോഷയാത്ര 6 മണിയോടുകൂടി അവസാനിക്കും. പീർ കാമിൽ ഷെയ്ഖെ തുരീഖത്ത് ഹസ്രത്ത് ഷെയ്ഖ് അബ്ദുള്ള ഷാ ഖാദിരി അൽ ഖദീരി ഉപ്പാബ കല്ലായി വേങ്ങാട് അവർകളുടെ 18ാമത് ദിവസമാണ് വിപുലമായ പരിപാടികളോടെ കൊണ്ടാടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. സന്തൽ മുബാറക് ആത്മീയ സമ്മേളനം ഉദ്ഘാടനം ഖാദിരിയ തരീഖത്തിന്റെ ദേശീയ അധ്യക്ഷൻ ജാനശീനെ ഹസരത്ത് സാഹിബ് ഖദീരി, ഹസരത്ത് ഖാജ സയ്യിദ് അബു തുറാബ് ഷാ ഖാദിരി അൽ ഖദീരി ചിസ്തി യമനി ബന്ദ്ര നവാസി തുറാബ് ഖദീരി സജ്ജാദ ആസ്ഥാനെ ഖദീരി ഹൽക്കട്ട ഷെരീഫ് മുദ്ദബില്ലുൽ ആരി. സാന്നിധ്യം ഹസരത്ത് ഷെയ്ഖ് അമാനുള്ള ഷാ ഖാദിരി ചുടുഉപ്പ ഷെരീഫ്, സയ്യദ് ഷാഹിദ് ഖാദിരി യമനി. അധ്യക്ഷൻ ജാനിഷീനെ ഉപ്പാവ മസീഹ സത്താർ ഷാ ഖാദിരി മുദ്ദബില്ലുൽ ആലി മഹാനവറുകൾ. ജൂൺ 5 പതാക ഉയർത്തും. തുടർന്ന് സന്തൽ ഘോഷയാത്ര നടക്കും. മൗലൂദ് പാരായണവും തുടർന്ന് നടക്കും. 6 ആത്മീയ സമ്മേളനം നടക്കും. 7 രാത്രി അന്നദാനവും ഉണ്ടാകും. ഇവിടെ എല്ലാ വർഷവും അന്നദാനം കൊടുക്കാറുണ്ട്. ഈ വർഷവും 7-ാം തീയതി 6 മണി മുതൽ രാത്രി 10 മണി വരെ എല്ലാവർക്കും എല്ലാ വിഭാഗത്തിനും സാധാരണ കൊടുക്കാറുള്ളത് പോലെ അന്നദാനം കൊടുക്കുന്നതായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ AT അബ്ദുൽ അസീസ് ഹാജി, PV റൌഫ്, മുഹമ്മദ് അലി മാസ്റ്റർ കോഴിക്കോട്, KTA സാലിഖ്, അബ്ദുൾ റസാഖ് മുണ്ടേരി, KP ഹാരിസ്, ഷാനവാസ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. പാനൂർ കണ്ണമ്പള്ളി KP നൂറുദ്ദീൻ സാഹിബ് മെമ്മോറിയൽ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. KPCC മെമ്പർ V സുരേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷ കൂടത്തിൽ നൌഷദ് ടീച്ചർ ആദര സമർപ്പണം നടത്തി. മുൻ മന്ത്രി KP നൂറുദ്ദീന്റെ 10ാം ഓർമ്മ ദിനാചരണമാണ് കണ്ണമ്പള്ളി നൂറുദ്ദീൻ സാഹിബ് പഠന ഗവേഷണ കേന്ദ്രത്തിൽ ആചരിച്ചത്. അനുസ്മരണ സമ്മേളനം KPCC മെമ്പർ V സുരേന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പത്രങ്ങളിലും മാധ്യമങ്ങളിലും നിറയുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുക.
രാഷ്ട്രീയത്തിൽ എന്തെന്ത് മാറ്റങ്ങൾ വരുത്തുന്നു എന്നതിനേക്കാൾ ഉപരി മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഒരു ദീർഘകാലം ഇവിടെ ഈ നിയോജക മണ്ഡലത്തിലൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ച എനിക്കും ആ ഒരു ചിന്തയുടെ ഭാഗം എന്നുള്ള നിലയിൽ ഒരു പുതിയ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ രാഷ്ട്രീയമായ ചർച്ചകൾ നടക്കുന്നത്. എന്താണ് ആ ചർച്ച? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാ പത്രങ്ങളിലും എല്ലാ മാധ്യമങ്ങളിലും സ്വഭാവത്തെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. നാളെ മുന്നണി സംവിധാനത്തിൽ എന്തു മാറ്റം വരുത്തുമെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള മാറ്റങ്ങളെക്കുറിച്ചോ ഒക്കെയുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മുടെ നാട്ടിലെ ചർച്ചകൾ വ്യക്തിപരമായുള്ള സ്വഭാവ രൂപീകരണത്തെക്കുറിച്ചാണ് എന്നത് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതാണ്. പഠന ഗവേഷണ കേന്ദ്ര ചെയർമാൻ സന്തോഷ് കണ്ണംവള്ളി അധ്യക്ഷനായി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പാഞ്ഞൂർ നഗരസഭാ ചെയർപേഴ്സൺ കൂടുതൽ നൗഷത്ത് ടീച്ചർ ഉപഹാരം നൽകി അനുമോദിച്ചു. റയാൻ അഷ്കർ, പെരിങ്ങളം അർബൻ സഹകരണ സംഘത്തിൽ നിന്നും വിരമിക്കുന്ന മാനേജർ VP രാജനെ ചടങ്ങിൽ ആദരിച്ചു. ബാലസാഹിത്യകാരി KK വിമല ടീച്ചറുടെ മൂന്നാമത്തെ ബാലസാഹിത്യ നോവലായ കടലിലേക്ക് നടന്നുപോയ പെൺകുട്ടി എന്ന പുസ്തകം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. രാജൻ പുതുശ്ശേരി പ്രകാശന കർമ്മം നിർവഹിച്ചു. KP പ്രമീഷ്, രാജൻ കല്ലുമ്മൽ, ഷിജുകുമാർ, T മനോജ് കുമാർ, സെൽമ ഷനോജ് തുടങ്ങിയവർ സംസാരിച്ചു. കേൾവി പരിമിതി അനുഭവിക്കുന്ന നിർധനരായ രോഗികൾക്ക് സൗജന്യമായി കേൾവി ശക്തി വീണ്ടെടുത്തു നൽകുന്ന ശ്രുതിസ്പർശം പദ്ധതിയുമായി കണ്ണൂർ ആസ്റ്റർ മിംസ്. ആശുപത്രിയിൽ പുതുതായി ആരംഭിക്കുന്ന അത്യാധുനിക കോക്ലിയർ ഹിയറിംഗ് എയ്ഡ് ക്ലിനിക്കിന്റെ പ്രവർത്തനാരംഭത്തോടനുബന്ധിച്ച് അർഹരായവർക്ക് സൗജന്യ നിരക്കിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയും അതോടൊപ്പം 20 പേർക്ക് ഹിയറിംഗ് എയ്ഡും സൗജന്യമായി നൽകുമെന്ന് ആസ്റ്റർ മിംസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ അനൂപ് നമ്പ്യാരും ആശുപത്രി അധികൃതരും ചേർന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രുതിസ്പർശം പദ്ധതിയിലൂടെ അർഹരായവരെ കണ്ടെത്തുന്നതിനായി ആസ്റ്റർ മിംസിലെ ENT വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 20 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രത്യേക നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കും. ENT വിഭാഗം ഡോക്ടർ രാമകൃഷ്ണൻ V, ഡോക്ടർ അക്ഷയ് VK, ഡോക്ടർ വിഷ്ണുദാസ് TV എന്നിവരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ വിശദമായ പരിശോധനകൾക്ക് ശേഷമായിരിക്കും അർഹരായവരെ ശസ്ത്രക്രിയയ്ക്കും ഹിയറിംഗ് എയ്ഡ് നൽകുന്നതിനുമായി തിരഞ്ഞെടുക്കുക. കണ്ണൂർ ആസ്റ്റർ മിംസ് വിഭാവനം ചെയ്ത പദ്ധതിയിൽ ആസ്റ്റർ വോളണ്ടിയേഴ്സും ആസ്റ്റർ മിംസ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾ കാരണമോ കൃത്യമായ ചികിത്സയുടെ അഭാവം കൊണ്ടോ കേൾവിശക്തി വീണ്ടെടുക്കാൻ കഴിയാതെ പോയവർക്ക് കേൾവി തിരിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ശ്രുതിസ്പർശം പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങളിലൂടെ വിദഗ്ധ പരിചരണം സാധാരണക്കാരിലേക്ക് കൂടി എത്തിക്കാൻ സാധിച്ചതിൽ വലിയ അഭിമാനമുണ്ടെന്ന് CEO ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. ശ്രുതിസ്പർശം അതായത് നമ്മളെ ENT ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പുതിയൊരു ക്ലിനിക്കാണ്. അതായത് നമ്മളെ ആസ്റ്റർ കോക്ലിയർ ആൻഡ് ഹിയറിംഗ് എയ്ഡ് ക്ലിനിക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ക്യാമ്പ് നടത്തുകയാണ്. അതായത് മെയിനായിട്ട് നമുക്കറിയാം ഹിയറിംഗ് ലോസ്, ശബ്ദം ഒരു വലിയൊരു ഫാക്ടറാണ് നമ്മളെല്ലാവരെയും ഡെവലപ്മെൻറ്റിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. നമുക്ക് ടെക്നോളജി നല്ലോണം വളർന്നു, വേറെ ട്രീറ്റ്മെൻറ്റ്സ് ഫോർ ദാറ്റ്. പക്ഷെ അതിൻ്റെ മെയിനായിട്ടൊരു സ്റ്റോപ്പ് ചെയ്യുന്നൊരു ഫാക്ടർ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കോസ്റ്റാണ്. ജനറലി ഒരു കോക്ലിയർ ഇംപ്ലാന്റിലൊക്കെ വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 to 10 lakhs അടുത്ത് കോസ്റ്റ് വരും. അപ്പോൾ അതാണ് ഒരു മെയിൻ ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ആസ്റ്റർ മിംസ് കണ്ണൂരും ആസ്റ്റർ വോളണ്ടിയേഴ്സ് ആൻഡ് ആസ്റ്റർ ചാരിറ്റബിൾ ട്രസ്റ്റ് അവരും കൂടി ചേർന്ന് നമുക്ക് ആദ്യം അവർ ഒന്ന് സ്ക്രീൻ ചെയ്ത് അതിൽ നമുക്ക് എക്കണോമിക്കലി പൂറായിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് ഫുൾ ഫ്രീ ആയിട്ട് ഹിയറിംഗ് എയ്ഡ് ഒരു 20ഓളം ഹിയറിംഗ് എയ്ഡ് കൊടുക്കാനും, അപ്പോൾ അതല്ല ഇപ്പോൾ കംപ്ലീറ്റ് ഹിയറിംഗ് ലോസ് ആണെങ്കിൽ നമുക്ക് കോക്ലിയർ ഇംപ്ലാന്റ് പോലെ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാനും ഉള്ളൊരു പ്രോഗ്രാമാണിത്. നമുക്ക് ശ്രുതിസ്പർശം എന്ന് പറഞ്ഞത്. നിശബ്ദതയിൽ നിന്ന് ശബ്ദത്തിന്റെ പുതുലോകത്തേക്ക് കേൾവി വൈകല്യമുള്ളവരെ ശ്രുതിസ്പർശം പദ്ധതിയിലൂടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു. അത് കേൾവി കുറവുള്ള കാറ്റഗറിയാണ്, പ്രൊഫൗണ്ട് അല്ല, കുറച്ച് കേൾക്കും. പക്ഷേ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷന് ഡിഫിക്കൽറ്റി ഉള്ള കുട്ടികൾക്കാണ് ഹിയറിംഗ് എയ്ഡ് കൊടുക്കുക. കോക്ലിയർ ഇംപ്ലാന്റ് വരുമ്പോൾ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഹിയറിംഗ് ലോസ്, അതായത് മോർ ദാൻ 90 decibel ഹിയറിംഗ് ലോസ് 2 ചെവിയിലും
തീരെ കേൾക്കാൻ പറ്റുന്നില്ല. ഹിയറിംഗ് എയ്ഡിനെ കൊണ്ട് നമുക്ക് ആ കുട്ടികളെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്കാണ് നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റ് അഡ്വൈസ് ചെയ്യുന്നത്. ബെസ്റ്റ് റിസൾട്ട് വിതിൻ 2 years ആണ്. 2 വയസ്സ് അല്ലെങ്കിൽ 3 വയസ്സിൻ്റെ ഉള്ളിൽ ഇംപ്ലാന്റ് ചെയ്തിരിക്കണം. ബെസ്റ്റ് റിസൾട്ട്സ് ഇപ്പോൾ ലേറ്റസ്റ്റ് വിതിൻ 1 year ആണ് ഇപ്പോൾ കറണ്ട് റെക്കമെൻഡേഷൻ. പക്ഷേ 1 yearലേക്ക് മാതാപിതാക്കൾക്ക് അത് മനസ്സിലാക്കി കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ളൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. എന്താ വെച്ചാൽ ഇത് മനസ്സിലാവുമ്പോഴേക്കും ഏകദേശം ഒരു വയസ്സ് കഴിയും കുട്ടീൻ്റെ മാതാപിതാക്കൾക്ക്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ലെസ് 1 year ആണ് കറണ്ട് ഗൈഡ് ലൈൻസിൽ. പക്ഷേ അപ് ടു 3 years വരെ വളരെ നല്ല റിസൾട്ട്, അതായത് നിയർ നോർമൽ ലൈഫ് വരെ ആ പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസുള്ള കുട്ടികൾക്ക് ഈ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ വഴി നമുക്ക് നൽകി കൊടുക്കാൻ പറ്റുന്നതാണ്. സർജറി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളൊരു ഡിവൈസ് സർജറി ചെയ്തിട്ട് തലയോട്ടിയിൽ ഫിക്സ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ വയറെ നേരെ കോക്ലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേൾക്കുന്ന ഓർഗൻ ആ നേരെ കോക്ലിയയിലേക്ക് ആ ഇലക്ട്രോഡ് ഇൻസേർട്ട് ചെയ്യും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുടുംബങ്ങൾക്ക് താങ്ങാനാവാത്ത ചികിത്സാ ചെലവുകൾ പൂർണ്ണമായും സൗജന്യമാക്കുന്നത് വഴി കൃത്യമായ ആരോഗ്യ പരിപാലനം സമൂഹത്തിൻ്റെ താഴെത്തട്ടിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ആസ്റ്റർ മിംസ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജർ മുഹമ്മദ് ഹസീം KV പറഞ്ഞു. സന്നദ്ധ സംഘടനകൾ ഉണ്ടാവാം, ഓർഗനൈസേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അത് ആ വ്യക്തിക്ക് അവർ വാങ്ങിച്ചിട്ട് കൊടുക്കുക എന്നുള്ളതിലപ്പുറത്തോട്ട് അത് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് അവർക്ക് ഉപകരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി അത് പാവപ്പെട്ട ആളുകൾക്കാണ് എന്ന് ഉറപ്പുവരുത്തി ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം വ്യക്തികളോ സംഘടനകളോ സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ 20 പേർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് 40 പേർക്ക് 50 പേർക്ക് 100 പേർക്ക് കൊടുക്കാൻ പറ്റും, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ടീമും കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം സന്നദ്ധ സംഘടനകളുണ്ട്, വ്യക്തികളുണ്ട്. അപ്പോൾ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ 250 ഡയബറ്റിക് 1ൻ്റെ മെഷീൻസ് കൊടുത്തപ്പോൾ അതിൽ ഏകദേശം 100ഓളം എണ്ണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ വരികയുണ്ടായി. ജൂൺ 1, 2026 മുതൽ ജൂൺ 20, 2026 വരെ നീണ്ടു നിൽക്കുന്ന പരിശോധനാ ക്യാമ്പിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക 916235234000. ഡോക്ടർ അനൂപ് നമ്പ്യാർ, ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, ഡോക്ടർ രാമകൃഷ്ണൻ V, ഡോക്ടർ അക്ഷയ് VK, മുഹമ്മദ് ഹസീം KV തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് കണ്ണൂർ ജില്ലാ മഹിളാ വിംഗ് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. മഹാത്മാ മന്ദിരത്തിൽ നടന്ന യോഗം റിട്ടയേർഡ് മേജർ ജനറൽ T. പത്മിനി SM ഉദ്ഘാടനം ചെയ്തു. സർവീസ് വിട്ടു വന്നതിന് ശേഷം ഞങ്ങൾ വത്സരാജൻ ആണ് അതിന് മെയിനായിട്ട് നടത്തിയത്. ഞങ്ങൾ അവിടെ ലോക്കലായിട്ടുള്ള +2 കഴിഞ്ഞ കുട്ടികളെ വിളിക്കുകയും അവർക്ക് ക്ലാസ് എടുക്കുകയും അതിൽ നിന്ന് പല കുട്ടികളും MNS ചേർന്ന് ഞങ്ങൾ ഓർഗനൈസ്ഡ് അല്ലാതെ ആക്കിയിട്ട് 9ഓളം കുട്ടികൾ ഇന്ന് വില്ലേജ് യൂണിവേഴ്സിറ്റി സർവീസിൽ ഞങ്ങൾ അയച്ച കുട്ടികൾ സർവ് ചെയ്യുന്നുണ്ട് എന്നതാണ്. നിങ്ങളുടെ അതേ യൂണിറ്റിലെ ഫങ്ഷൻസിൽ ഞാൻ വന്നിട്ടുണ്ട്. മഹിളാമി വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു, വളരെ നല്ല കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇനിയും നമ്മൾ പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. എൻ്റെ എല്ലാവിധ സഹായങ്ങളും എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ ഉണ്ടാകും, നിങ്ങളെ സഹായിക്കും എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ജില്ലാ മഹിളാ വിംഗ് പ്രസിഡന്റ് N. ശാന്തമ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് വത്സരാജ് മടേമ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ മഹിളാ വിംഗ് സെക്രട്ടറി ഭാനുമതി ടീച്ചർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ മഹിളാ വിംഗ് ട്രഷറർ രാധാമണി C. 2024-26 വർഷത്തെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. നാരായണൻ പയ്യരട്ട, നരേന്ദ്രൻ K. P. വാസുദേവൻ, തമ്പാൻ PV, KK വിജയൻ, പ്രീത പുരുഷോത്തമൻ, മിനി വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും ഒരിടവേള. അമൃത വിദ്യാലയം പുന്നോൽ തലശ്ശേരി, leading CBSE institution in Kannur district. Daily meditation and strong value-based assemblies. Secure student transport with 20 well-managed bus routes. Well-equipped lab for physics, chemistry, biology, maths and computer science. Adult tinkering lab fostering innovation through robotics, 3D printing and CNC machines. Enrich co-curricular learning, music, dance, keyboard, guitar, taekwondo, chess, football and table tennis. Yoga for holistic physical and mental wellness. Cheerful KG, activity and playrooms. Well-stocked library with 8,000 plus books. Digital, student-focused classrooms. Fully equipped basketball and badminton courts. Hygienic, pure vegetarian canteen.
PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. കണ്ണൂർ ജില്ലയിലെ ലോറികളുടെ വാടക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായി സ്വതന്ത്ര ലോറി ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 5 മുതൽ വാടക ഇനത്തിൽ 25% വർധനമാണ് ഉണ്ടാവുകയെന്ന് പ്രസിഡന്റ് അസ്രഫ് എടക്കാട്, സെക്രട്ടറി ഗഫൂർ കായലോട് എന്നിവർ പറഞ്ഞു. KP ജാബിർ, ഫിർഷാദ് പാപ്പിനിശ്ശേരി, അബ്ദുൽ ജലീൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. 20 വർഷമായിട്ട് കേരളത്തിൽ ഒരു വാഹനത്തിനും വാടക വർദ്ധിപ്പിച്ചിട്ടില്ല. ബസ്സിനോ അല്ലെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങൾക്കോ മറ്റ് ഗുഡ്സ് കാരിയർക്കോ വർദ്ധിപ്പിച്ചതല്ലാതെ ലോറി മേഖലയിൽ ഗുഡ്സ് വെഹിക്കിളിന് ഇതുവരെ വാടക വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വ്യക്തമായ സത്യമാണ്. മറ്റൊരു വിഷയം, ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത് ഈ സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് 10 ടണ്ണ് ഭാരം കയറ്റേണ്ട വണ്ടിയിൽ 20ഉം 25ഉം ഭാരം കയറ്റി 10 ടണ്ണിൻ്റെ GST ബില്ലടിച്ച് സ്മഗ്ലിംഗ് നടത്തുക എന്നുള്ള ഒരു വിഭാഗം കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടി വേണം. പലപ്പോഴായി മന്ത്രിക്കും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഉൾപ്പെടെ ജില്ലാ RTOന് ഉൾപ്പെടെ നമ്മൾ പരാതി കൊടുത്തിട്ടും അവർ തിരിഞ്ഞു നോക്കാത്ത സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും മറ്റു അല്ലീഗൽ ഉണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ സംശയിക്കുന്നു. കാരണം 25 ടണ്ണ് 10 ടണ്ണ് ഭാരം കയറ്റേണ്ട വണ്ടിയിൽ 20ഉം 25ഉം ടണ്ണ് കയറ്റി പോകുമ്പോൾ സർക്കാരിന് ഫൈനിൻ്റെ ഇടയിൽ തന്നെ കോടികൾ വരുമാനം വരേണ്ട ഒരു വിഷയമാണെന്നും മറ്റുള്ള വാഹനങ്ങളിലെ തകർക്കാൻ പോകുന്ന ഈ സമീപനത്തിന് പരാതി കൊടുത്തിട്ട് പോലും എൻഫോഴ്സ്മെന്റോ കണ്ണൂർ ജില്ലാ RTO ഒരു തരത്തിലുള്ള നടപടിയും എടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് അതിൻ്റെ പുറകിൽ എന്താണ് അവരെടുക്കാത്തതെന്ന് തേജോവിധം നമുക്ക് തിരിയില്ല. അപ്പം അത് ഗൗരവമുള്ള വിഷയമാണ്. അപ്പം നിലവിൽ ഈ വാടക വർധനവും അതുപോലെ തന്നെ ഇത്ര അൺലീഗലായിട്ടുള്ള പ്രവർത്തനവും
വാഹനങ്ങളിലേക്ക് കൊണ്ടുവരുന്ന പല വാഹനങ്ങളും നമ്മൾ കാണുന്നുണ്ടല്ലോ, മയക്കുമരുന്ന് പിടിച്ചിരുന്നല്ലോ. അപ്പൊ ഇത്തരമുള്ള അൺലീഗൽ പ്രവർത്തനങ്ങളും നിർത്തലാക്കാൻ സർക്കാർ അടിയന്തരപരമായിട്ട് ഇടപെടണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ 16 വയസ്സിന് താഴെയുള്ളവർക്കായി റൈസിംഗ് സ്റ്റാർസ് ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. തലശ്ശേരി കോണോർ വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നത്. അത്യന്തം വാശിയേറിയ ടൂർണമെന്റിൽ റൈസിംഗ് പാന്തേഴ്സ് 5 വിക്കറ്റിന് റൈസിംഗ് റോയൽസിനെ പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത റോയൽസ് നിശ്ചിത 30 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 156 റൺസ് എടുത്തു. റോയൽസിന് വേണ്ടി അഗ്നിതേജ് രഞ്ജിത്ത് 43 റൺസും ശ്രീദർശൻ നമ്പ്യാർ പുറത്താകാതെ 48 റൺസും എടുത്തു. താരങ്ങൾക്കുള്ള സമ്മാനങ്ങൾ തലശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ ബ്രിജേഷ് വിതരണം ചെയ്തു. എ അഭിമന്യു അധ്യക്ഷനായി. AK സക്കരിയ, P നവാസ്, P സതീശൻ, അക്ബർ നടേമൽ, P ജസ്പീർ, പരിശീലകരായ വൈശാഖ് ബാലൻ, MS സാഹിർ എന്നിവർ സംസാരിച്ചു. ചൊക്ലി പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് ഗ്ലൗസുകളും മെൻസുലർ കപ്പും വിതരണം ചെയ്തു. ചൊക്ലി പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് N അനൂപ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചൊക്ലി പഞ്ചായത്ത് ഹാളിൽ പ്രസിഡന്റ് N അനൂപ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ചൊക്ലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സപ്ന, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KTK പ്രദീപൻ, CDS ചെയർപേഴ്സൺ റിജിന, VO T ഷിബിൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ CN രമന, കുടുംബശ്രീ MEC രസ്ന തുടങ്ങിയവർ പങ്കെടുത്തു. പ്രഭാഷകനും എഴുത്തുകാരനുമായ സന്തോഷ് ഇല്ലോളിന്റെ ഏറ്റവും പുതിയ നോവൽ പപ്പൻ വള്ളിക്കാട് അനുസ്മരണ സമ്മേളനം നോവൽ പ്രകാശനം ചെറുവാഞ്ചേരിയിൽ നടന്നു. 3 പതിറ്റാണ്ട് മുൻപ് ജീവിച്ച പ്രമുഖ നാടകകൃത്ത് ചെറുവാഞ്ചേരിയിലെ പപ്പൻ വള്ളിക്കാടിന്റെ ജീവിത കഥ പറയുന്ന നോവലാണിത്. PK പ്രവീൺ MLA പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പപ്പൻ വള്ളിക്കാട് അനുസ്മരണ സമ്മേളനം നോവൽ പ്രകാശനവും സാംസ്കാരിക കൂട്ടായ്മയും ചെറുവാഞ്ചേരി UP സ്കൂളിൽ നടന്നു. PK പ്രവീൺ MLA ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലും ഈ സംസ്ഥാനത്തും അറിയപ്പെടുന്ന പ്രഭാഷകനാണ്, സാമൂഹിക സാംസ്കാരിക നായനാണ്. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വക്താവായാണ് സന്തോഷ് ഇല്ലോളിൽ ഈ രംഗപ്രവേശിച്ചത്. പ്രത്യേകിച്ച് കലയുടെ ഒരു സ്ഥലമായി അറിയപ്പെടുന്ന ചെറുവാഞ്ചേരി, പല നാടകങ്ങളും ഇന്ന് ഈ നിയോജക മണ്ഡലം മറ്റു പ്രദേശങ്ങൾ നടക്കുമ്പോൾ കൂത്തുപറമ്പ് മേഖലയിലും ഈ മേഖലയിൽ ചെറുവാഞ്ചേരിയിലാണ് നാടകത്തിന്റെ ഏറ്റവും ഉന്നതിയിലെത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. അതിനെ വീണ്ടും ഇതിലേക്ക് എത്തിക്കാനാണ് ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. പപ്പൻ വള്ളിക്കാട് എന്ന സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുരളിയേട്ടൻ പറഞ്ഞു, എന്റെ പഞ്ചായത്തുകാരനാണ്, ഒഞ്ചിയം പഞ്ചായത്തിലാണ് പപ്പേട്ടൻ എന്ന് പറഞ്ഞത്. ഒഞ്ചിയം പഞ്ചായത്തിനെക്കാട്ടും ആ പേരിന് യോജിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ പ്രഭവകേന്ദ്രം ചെറുവാഞ്ചേരി മേഖലയിലായിരുന്നു എന്നാണ് കരുതുന്നത്. നോവൽ പ്രകാശനം ചലച്ചിത്ര പിന്നണി ഗായകൻ VT മുരളി നിർവഹിച്ചു. നാടക സംവിധായകൻ ജിനോ ജോസഫ് ആദ്യ പ്രതി ഏറ്റുവാങ്ങി. സംഘാടക സമിതി ചെയർമാൻ KK പവിത്രൻ അധ്യക്ഷനായി. കൺവീനർ പന്നിയോടൻ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. നിയ കോട്ടായി ആമുഖ ഗാനം നടത്തി. പ്രമുഖ പ്രഭാഷകൻ VK സുരേഷ് ബാബു പുസ്തക പരിചയം നടത്തി. പപ്പൻ വള്ളിക്കാടിന്റെ പാട്ടുകളിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു പൊതു രാഷ്ട്രീയ സമീപനം. നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന, നമ്മൾ രാഷ്ട്രീയമെന്ന് വിശേഷിപ്പിക്കാത്ത രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് ധാരാളം. ഇപ്പോൾ ഉദാഹരണത്തിന് കറവറ്റ പശുവിന് മാംസമില്ല, കഴിവറ്റ മനുഷ്യനോ പുല്ലുമില്ല, സ്നേഹമെന്നാൽ ഇവിടെ മോഹമില്ല, അല്ലേ, കുടുംബമെന്നാൽ ഇവിടെ ചിലന്തി വല. അപ്പോൾ ഇതിൽ പ്രത്യക്ഷ രാഷ്ട്രീയമൊന്നുമില്ല. അല്ലെങ്കിൽ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷെ ഒരു ഇന്ത്യ രാജ്യം ഇപ്പോഴും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതുവിഷയം ഇതിനകത്തുണ്ട്. അതാണ് കറവറ്റ പശുവിന് മാംസമില്ല എന്ന ഒറ്റ വാക്ക് വരുമ്പോൾ നമ്മൾ വൃദ്ധസദനങ്ങൾ പെരുകുന്നതിനെ കുറിച്ച് ആലോചിക്കാം. നമ്മുടെ നാട്ടിൽ വൃദ്ധന്മാരെ, അച്ഛനെയും അമ്മയെയും കൊണ്ടുപോയി ഗുരുവായൂർ നടത്തള്ളുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഇപ്പൊ കഴിവറ്റ മനുഷ്യനോ പുല്ലുമില്ല, സ്നേഹമെന്നാൽ വെറും മോഹമില്ല. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫൈസ് അരുൾ, പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രദീപൻ മാസ്റ്റർ, V സുരേന്ദ്ര മാസ്റ്റർ, A അശോകൻ, ലിജേഷ് മാസ്റ്റർ, കാട്ടൂർ മുഹമ്മദ്, CK സഹജൻ, K സുരേഷ് കുമാർ, N റീന, മമ്മാലി ദിവാകരൻ, സൗദ ഖാലിദ്, സുഫരിയത്ത്, T ദാമോദരൻ, PP രാജു മാസ്റ്റർ, GV കുഞ്ഞികൃഷ്ണ മാസ്റ്റർ, ലഫ്റ്റനന്റ് കേണൽ C സഞ്ജീവൻ, രാജൻ മുണ്ടോളി, പ്രേമൻ മാവിലേരി, ഡോക്ടർ KM ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. നോവലിസ്റ്റ്
സന്തോഷ് ലോളിൽ മറുപടി പ്രസംഗം നടത്തി. തലശ്ശേരിക്കടുത്ത മാടപ്പീടികയിൽ ഹെറിറ്റേജ് റൂഫിംഗ് സൊല്യൂഷൻസ് പ്രവർത്തനം തുടങ്ങി. തലശ്ശേരി റോഡിൽ ASR കോംപ്ലക്സിലാണ് ഹെറിറ്റേജ് ദ കംപ്ലീറ്റ് റൂഫിംഗ് സൊല്യൂഷൻസ് പ്രവർത്തനം തുടങ്ങിയത്. കാലിക്കറ്റിലും വയനാട്ടിലും റൂഫിംഗ് ടൈൽ വിതരണ രംഗത്ത് 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഹെറിറ്റേജ് റൂഫിംഗ്സിൻ്റെ മൂന്നാമത്തെ ഷോറൂമാണ് തലശ്ശേരി മാടപ്പീടികയിൽ ASR കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചത്. ലോകോത്തര റൂഫ് ടൈൽസ് നിർമ്മാതാക്കളായ മോണിയർ, ടെക്നോനിക്കോൾ തുടങ്ങിയ കമ്പനികളുടെ വിദേശ നിർമ്മിതവും ഇന്ത്യൻ നിർമ്മിതവുമായ റൂഫ് ടൈലുകളും ഷിംഗിൾസ്, സ്റ്റോൺ കോട്ടഡ് ഷീറ്റ് എന്നിവയുടെ അംഗീകൃത വിതരണക്കാർ കൂടിയാണ് ഹെറിറ്റേജ് റൂഫിംഗ്. കൂടാതെ നിലവിലുള്ള എല്ലാതരം റൂഫ് ടൈലുകളും ഹെറിറ്റേജിൽ ലഭ്യമാണ്. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കാളികളായി. പ്രധാന വാർത്തകൾ വീണ്ടും. റോഡരികിൽ മാലിന്യം തള്ളിയതിന് ഇവന്റ് മാനേജ്മെന്റ്, കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്ക് പിഴയിട്ട് കണ്ണൂർ ജില്ലാ എൻഫോഴ്സ്മെന്റ് ടീം. തളിപ്പുറമിൽ എക്സൈസിന്റെ മയക്കുമരുന്ന് വേട്ട. 2.1 ഗ്രാം MDMA-യുമായി യുവതിയും യുവാവും പിടിയിൽ. ജില്ലയിലെ ലോറികളുടെ വാടക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതായി സ്വതന്ത്ര ലോറി ഓണേഴ്സ് അസോസിയേഷൻ. തലശ്ശേരി നഗരസഭയുടെ ദുരന്ത നിവാരണ സേനയുടെ കൂടെയുണ്ട് കൂടപ്പിറപ്പായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.